വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്താണ് ഈ കുറേ കവർ പിടിച്ചിരിക്കണമെന്നല്ലേ? ഞാൻ നാട്ടിൽ വരുന്നത്ര വാങ്ങിച്ചു ഓർഡർ ചെയ്ത് കൂട്ടിയതായത് മൊത്തം. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വേണ്ടതെടുക്കും. മിക്കവാറും പകുതി റിട്ടേൺ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്യല്ലേ. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ക്രൈ തന്നെ ചെയ്യാം. ഫസ്റ്റ് ക്രൈ അവക്കുള്ള ഉടുപ്പാണ്. ഉടുപ്പല്ല, ഒരു പാൻറ് ഷർട്ടും ഒരു ട്രാക്ക് പോലത്തെ ഒരു പാൻറ്, അതിന് മാച്ചിങ് ആയിട്ടൊരു ടോപ്പ്. കുഴപ്പമില്ല. അയ്യോ, ഇതെന്തൊക്കെ പട്ടി അടിച്ചു പോലിരിക്കണേ. ഇതിനടിഭാഗം അവരടിച്ചിട്ടില്ല. ദൂക്ക് ഇങ്ങനെ പട്ടി അടിച്ചു പോലിരിക്കണേ. മേ ബി ഫാഷൻ ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. മെറ്റീരിയൽ വൈസ് എനിക്ക് ഓക്കെയാണ്, ക്വാളിറ്റി വൈസ് ഓക്കെയാണ്. എടുക്കണോ വേണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇത് അടുത്ത ഡ്രസ്സ്. ഇതും അവളുടെ തന്നെയാണ്. എന്താ ഓക്കെ, സെയിം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം നല്ലതാണല്ലോ. മെറ്റീരിയൽ വൈസ് ഒക്കെ എല്ലാം അടിപൊളിയാണ്. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതും നല്ലതാണ്. ഇതും ചേച്ചിക്കാണല്ലോ. ഇതെനിക്കിഷ്ടമായില്ല. കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ഷോർട്ടല്ലേ. ഇത് നിനക്കുള്ള സൈസ് അല്ലേ? ഇത് ഭയങ്കര ഷോർട്ടാണ്. റിജക്റ്റഡ്. അത് മാത്രമല്ല, ഒരുമാതിരി കമ്പിളി പോലെ ഇരിക്കുന്നു. ഭയങ്കര ഹാർഡാണ്. റിജക്റ്റ്. നമുക്ക് റിട്ടേൺ അടിക്കണം. അപ്പോൾ നമുക്ക് ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് വെക്കാം. ഇത് റിട്ടേൺ അടിക്കണേ. അതിന് കവർ ചുരുട്ടിക്കൂടി കളഞ്ഞു. സാരമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് റിട്ടേൺ. ഇതും ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ് ക്രൈ. ആക്ച്വലി ഇതെനിക്ക് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്ത ഡ്രസ്സാണ്. നല്ലതായാൽ മതിയായിരുന്നു. വിൻ്റർ, ഇനി അങ്ങോട്ടേക്ക് വിൻ്റർ ആണല്ലോ. അപ്പം അവൾക്ക് ഇതെനിക്കിഷ്ടം കേട്ടോ. ഇതെന്തായാലും ഞാൻ റിട്ടേൺ അടിക്കൂല. നല്ല ഭംഗിയുണ്ട്. ഇതെന്തായാലും വേണം. അപ്പോൾ ഫസ്റ്റ് ക്രൈയുടെ ഓർഡർ കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ക്രൈ തീർന്നു. ഇനി നമുക്ക് മിന്ത്രയിലേക്ക് കിടക്കാം. ഇതെല്ലാം അവളുടെ തന്നെയാണോ വരുന്നേ? എനിക്കിഷ്ടമായില്ല. ഞാൻ എന്തോ കണ്ട് ഓർഡർ ചെയ്തു. ആക്ച്വലി ക്യൂട്ടായിട്ടുണ്ടല്ലേ. നല്ലുണ്ട്. ഇതിനടിയിലൊരു പാൻറ്റൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് നല്ല ഉണ്ടാവും. അറിയില്ല, നല്ലുണ്ട്. കുഴപ്പമില്ല. നമുക്ക് റിട്ടേൺ അടിക്കണോ വേണ്ടോ എന്ന് പിന്നെ തീരുമാനിക്കാം. എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ. ഇത് മോനുള്ളതാണ്. വലിയ മോനല്ല, വലിയ മോനുള്ളത്. സിജോമോൻ. ഈശ്വര, ഇത് വലുതാണോ? അല്ല, പറയാൻ പറ്റൂല. ഇതൊക്കെ പ്രത്യേകം സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ കൊള്ളത്തില്ല രേഷ്മ, നീ കൊള്ളത്തില്ല രേഷ്മ എന്നും പറഞ്ഞുകൊണ്ട് വരും. ഞാൻ എന്നിട്ട് റിട്ടേൺ അടിക്കേണ്ടി വരും. സോ വിത്ത് കവർ സൂക്ഷിച്ച് വെക്കാം നമുക്ക്. അടുത്തതെന്താ? ഇതും അവളുടെ തന്നെ ഒരു ടോപ്പ് പോലത്തെ. അയ്യോ, ഇതെന്താ? ചെറിയതാണോ? അല്ല, ഇത് ഇത്രയും ഷോർട്ടായിട്ട് വന്നിട്ട് അടിയിൽ പാൻറ് ഇടുന്ന ടൈപ്പാണ്. പക്ഷേ ഇത് വേണ്ട. എന്തായാലും നമുക്ക് റിട്ടേൺ അടിച്ചേക്കാം. അപ്പോൾ അത് നമുക്ക് റിട്ടേൺ അടിക്കാം. ഇതാരാ?
ഇതും വല്യമോൻ്റെ. ഇത്തവണ മോക്കും വല്യമോനുമാണ് കൂടുതലും ഡ്രസ്സ് എടുത്തത്. ടീഷർട്ട് ഇഷ്ടമായില്ല, ആൾക്ക് ഇഷ്ടമായില്ല. ഓക്കെ, എനിക്കറിയാം ഞാൻ എടുക്കണ ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് അവിടെ വെക്കാൻ ഞാൻ ഇടിയിപ്പിച്ച് നോക്കട്ടെ. ഇടിയിപ്പിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ റിട്ടേൺ. നല്ലതാണ് ഈ മിന്ത്രയും ഫസ്റ്ററയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്താൽ. ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കാം, ഒരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ലാസ്റ്റ് നോക്കാം. ഞാൻ ആകെപ്പാടെ എനിക്കൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തത് കേട്ടോ. അതാണ് ഇത്. അത് മൂഞ്ചിന്ന് തോന്നും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മെറ്റീരിയൽ കൊള്ളത്തില്ല. ഇതൊക്കെ കുഞ്ഞിതാണ്, എല്ലാ ഡ്രസ്സും ഇത്തണം. ഇതിങ്ങനെ എലാസ്റ്റിങ്. നല്ലതുണ്ടോ? നല്ലതുണ്ടോ? എനിക്ക് ആക്ച്വലി ഇതിൻ്റെ മെറ്റീരിയൽ അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ ഇട്ട് നോക്കട്ടെ. ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഭംഗിയുണ്ടോ നോക്കട്ടെ. ഞാൻ ആകപ്പാടെ എനിക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ഡ്രസ്സ് ഓർഡർ ചെയ്തേ, അതിങ്ങനെ ആയിപ്പോയി. ഷോ again this is for മോന്. വലിയ മോന്. ഈ കളറ് കുഴപ്പമില്ല. രണ്ട് ട്രാക്ക് പാൻ്റ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഒരു ബ്ലൂവും ആഷോ ഗ്രേയോ ഏതോ ഒരു കളറ്, അല്ല ബേജ് കളറ്. രണ്ട് ട്രാക്ക് പാൻറ്റ്. ഇത് എന്തായാലും വേണം. ഇതെന്തായാലും ഞാൻ റിട്ടേൺ ഒന്നും അടിക്കൂല. ട്രാക്ക് പാൻറ്റ് വേണം, ഇത് വേണം, ഇതും വേണം. ഇത് രണ്ടും എൻ്റേതല്ല. ഞാൻ എന്നാലും പൊട്ടിച്ച് കാണിക്കാം. ഞാൻ എനിക്കായിട്ട് ഓർഡർ ചെയ്ത് വേറെ 2-3 സാധനമുണ്ട്, കാണിച്ചു തരാം. സ്കിൻ കെയർ നോക്കൂ. ഡാർക്ക് സ്പോട്ട് ബ്രൈറ്റനിങ് ഫേസ് സെറം. ഇതൊക്കെ തേച്ച് വെളുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കുടുംബം വെളുക്കും. ഏതെങ്കിലും ഒന്ന് വെളുക്കും, മിക്കവാറും കുടുംബമായിരിക്കും എന്നായിരിക്കും എല്ലാവരുടെയും കമൻറ്റ്. ഇതൊരു മാലയാണ്, മിന്ത്രയിൽ നിന്ന് എടുത്ത. അവിടെ ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ടൊക്കെ ഗോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അവർക്ക് വീപ്പിച്ചു കൊടുക്കല്ലോ. അയ്യോ, ഇതിപ്പോൾ മൊത്തം കെട്ടുകൂടി കിടക്കുകയാണ്. ഈശ്വര കർത്താവേ. ഇത് മിക്കവാറും ഞാനിടും കേട്ടോ ഇടയ്ക്ക്. ലെയർ മാലയില്ലേ, അതാണ്. ഇത് നല്ലതുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര റീസണബിൾ പ്രൈസിൽ കിട്ടിയതാട്ടോ, അതുകൊണ്ട് എടുത്ത്. ഇതൊക്കെ നമ്മൾ പുറത്ത് ഷോപ്പിൽ പോയി വാങ്ങിച്ചാൽ നല്ല പ്രൈസാണ് ഇതിനൊക്കെ. എടുത്ത ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നൈക്ഷ ബൈ രേഷ്മ. അവിടെ രേഷ്മ, നൈക്ഷ ബൈ രേഷ്മ എന്ന് എടുത്തട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. അവരുടെ പേജിൽ നമ്മൾ കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. നന്നായാൽ മതിയായിരുന്നു. നമുക്കൊരു ഹോണസ്റ്റ് റിവ്യൂ പറയാം ഇതിനെക്കുറിച്ച്. അയ്യോ വരുന്നില്ലേ അമ്മേ. അവളും 2 എടുത്തു, ഞാനും 2 എടുത്തിരുന്നു. ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ഇതാട്ടോ. ഇത് രണ്ടും സെയിം പീസാട്ടോ. കാരണം ഇത് ഒരെണ്ണം എനിക്കും ഒരെണ്ണം അവക്കുമാണ്. പിന്നെ ഇത് അവളുടെ ഡ്രസ്സാട്ടോ. പൊട്ടിച്ച് നോക്കാം, എന്തായാലും പൊട്ടിച്ച് നോക്കണം. അവൾ ഇങ്ങനത്തെ ഓർഡർ കൊടുത്തിരുന്നു. അതൊന്നും റിട്ടേൺ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും
എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ മൊത്തം ഇതിനകത്ത്. റെറ്റിനോളുടെ നൈറ്റ് ക്രീം അതിൻ്റെ 2 പാക്കറ്റ് കേട്ടോ. പിന്നെ നമ്മുടെ അൻഡ്രം റോളോണ്, അതും 2 പാക്കറ്റ് ഉണ്ട്. അതെനിക്ക് വേണം, തീർന്നു പോയല്ലോ. പിന്നെ ഇതെന്താ ഡബിൾ ഷോട്ട്. ഈശ്വര ഇതെന്തെന്നാ ഞാൻ എന്തോ ഓർഡർ ചെയ്തിട്ട് ഫേസ് സെറമാണ്. ഇതും എന്തോ സിറമാണ് കേട്ടോ, ഫേസ് സെറമാണ്. ഓക്കെ, എനിക്ക് മൊത്തം ഇത്തവണ കോസ്മെറ്റിക്സ് ആണ്. അതായത് ഞാൻ അങ്ങനെ സ്കിൻ കെയർ ചെയ്ത് മരിക്കും മിക്ക.